കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വൈദേഹി, നീ വ്രതത്തിലാന്ന് ആർക്കും അറിയില്ല. വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടാവുന്ന ഇവിടെ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ നിനക്കുള്ള പഴങ്ങൾ നിവേദ്യം കൊണ്ടുതരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പൂജാകാര്യങ്ങളിൽ മാത്രമല്ല വൈദേഹി, ആരെങ്കിലും പ്രസാദം വെച്ച് നീട്ടിയാലും അത് വേണ്ടെന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടല്ല ഞാനിന്നൊന്നും കഴിക്കുന്നില്ല. അതെന്തിനാ? അത് ഞാൻ കഠിന ഉപവാസം എടുത്തിരിക്കാം. ഈ 3 ദിവസവും നിരാഹാരത്തിലിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല ദേവേട്ട. അതെയോ? ഇത്രയും കഠിനമായ ഉപവാസം എനിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയും. എന്നാൽ ആർക്കെങ്കിലും വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ മിണ്ടൂല്ല. എടോ, മനസ്സ് മുഴുവൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതെനിക്ക് വേണ്ടിയാണെന്ന് അങ്ങ് പറഞ്ഞുകൂടെ നിനക്ക്? അതുകൊണ്ട് ഉപവാസം ഇരുന്നതിന്റെ ഫലം കുറയൊന്നുമില്ലല്ലോ. ദേവേട്ടൻ ഇവിടെ നിന്ന് പോയി തരൂ. നീ പറയുകയാണെങ്കിൽ പോകാം. ദേവേട്ടൻ എത്ര ചോദിച്ചാലും എന്റെ അടുത്തുനിന്ന് എന്താ ഉത്തരം കിട്ടാന്നുള്ളത് ദേവേട്ടൻ അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? പോയ ഇവിടുന്ന്. അജേട്ടാ, അജേട്ടാ, താഴെയല്ലേ പൂജ നടക്കുന്നേ. അജേട്ടൻ ഇവിടെ എന്താ ചെയ്യുക? നിർത്തുവിനെ. എന്താ ചേട്ടാ? നിർത്താനാ പറഞ്ഞേ. അജേട്ടൻ എന്താ പറ്റിയേ? അത് ഞാനാ ചോദിക്കണ്ടേ. അവൻ എന്താ പറ്റിയത്? ആർക്കാ ചേട്ടാ? വേഷം കിട്ട് എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരെ കുറിച്ച് ചോദിക്കുന്നതെന്ന് നിനക്കറിയാം. മുമ്പോട്ട് വന്നേ. ഞാൻ മുറിയിലേക്ക് കയറാൻ നോക്കിയപ്പോ പുറകെ വന്ന് എന്നെ വലിച്ചോണ്ട് പോയപ്പോ തന്നെ നിനക്കെല്ലാം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ പരിപാടി എന്താന്ന് പറയും. എന്ത് തോന്നിയ ദിവസം അവനീ കാണിക്കുന്നേ? അജേട്ടാ, അത് നീ എന്നോട് നുണ പറയില്ലെന്ന് എനിക്കറിയാം. സത്യം പറ. എല്ലാം പറയാ ചേട്ടാ, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? പറവിനെ. ദേവനും വൈദേഹിയും തമ്മിൽ എന്താ ഒരു ചുറ്റിക്കളി? എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ചേട്ടാ. ദേവേട്ടനും വൈദേഹി തമ്മിൽ ഇഷ്ടത്തില്ല. നീ എന്താ ഈ പറയുന്നത് വിനെ? ദേവനും വൈദേഹിയും തമ്മില് അവന് തലയ്ക്കൊരു അസുഖമുണ്ടോ? സത്യമാണോ ചേട്ടാ? അതെങ്ങനെയാടാ? ശ്രേയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് അവനല്ലേ? എന്നിട്ട് അവളുടെ ചേച്ചിയെ തന്നെ ഇഷ്ടപ്പെടാന്ന് വെച്ചാ? അതങ്ങനെയൊന്നുമല്ല. ദേവേട്ടൻ പ്രണയിച്ചത് ശ്രേയയല്ല, വൈദേഹി ചേച്ചിയെ മാത്രമാണ്. ആ ചേച്ചിനെ കല്യാണം കഴിക്കാനും ആഗ്രഹിച്ചത്. പക്ഷെ ഇടയ്ക്ക് വെച്ചുണ്ടായ ഒരു ചെറിയ തെറ്റ്. ശ്രേയയാണ് വൈദേഹി ചേച്ചി എന്ന് കരുതി. വൈദേഹി ചേച്ചിക്ക് പകരം തട്ടമിട്ടിരുന്നത് ശ്രേയയാണെന്ന് ദേവേട്ടൻ അറിഞ്ഞില്ല. പാവം, നമ്മുടെ ദേവേട്ടൻ വൈദേഹി ചേച്ചിയാണെന്ന് കരുതി താലി കെട്ടിയത് ശ്രേയയ്ക്കായിരുന്നോ ചേട്ടാ? ശ്രേ, ഈ മഫ്ലർ ഒന്ന് പിടിച്ചേ. ഞാനൊന്ന് കൈയിട്ട് വരാവേ. പെട്ടെന്ന് വരണേ. എടാ, ഞാനായിട്ട് കാണിച്ചു തന്നാ അവള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നീ തന്നെ നോക്കിയാൽ മതി. അവിടെ നിൽക്കുന്നുണ്ട്. ആ
ആരും കാണാതെ ദേവട്ടം പ്രണയിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ ഞാൻ എടുത്തു വന്നിട്ടുണ്ട്. നീ കാണിച്ച ഫോട്ടോ ഇതാണോ? എന്താ പറ്റിയ ദേവട്ട? വേറെ ആരുടെ ഫോട്ടോ കാണിച്ചതുപോലെ ദേവട്ടൻ എന്തിനാ ഞെട്ടുന്നേ? നീ എവിടെയാടാ പെണ്ണിന്റെ ഫോട്ടോ എടുത്തേ? ചെറുക്കന്റെ ഫോട്ടോ ഇതിനകത്ത്. എടാ എന്താടാ ഇതിനകത്ത്? അതെന്താ ദേവട്ട അങ്ങനെ ചോദിച്ചേ? ഇത് ശ്രേയ ചേച്ചിയുടെ ഫോട്ടോ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരിയായി വേറെന്ത് ബന്ധം വേണ്ടത്? ഈ വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിന്റെ വായ് കൊണ്ട് തന്നെ നീ തന്നെ എന്നോട് പറയും വൈദേഹി. നീ പറയുന്നൊക്കെ സത്യമാണോ? സത്യമാ ചേട്ടാ. ഒരു വിധത്തിൽ പറഞ്ഞ ഇതിന്റെ എല്ലാം കാരണം ഞാൻ തന്നെയാ. പാവം ദേവേട്ടന് വൈദേഹി ചേച്ചിയെ മറക്കാനും പറ്റുന്നില്ല, ശ്രേയോടൊപ്പം കുടുംബം നടത്താനും പറ്റുന്നില്ല. ഏതാണ് തെറ്റെന്നോ ശരിയെന്നോ പറയാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. ശരിയോ തെറ്റോ അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? നാടറിയാൻ നടന്നത് എന്താണോ അത് തന്നെയാണ് ശരി. എന്റെ ദേവൻ ചേട്ടന്റെ സ്നേഹം പവിത്രവും ആത്മാർത്ഥവും. അതൊക്കെ ആയിരിക്കാം, പക്ഷെ കല്യാണം അതിനേക്കാളും പവിത്രമായതാ. കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും അതിനേക്കാളേറെ വിലയുമുണ്ട്. അതിനുവേണ്ടി എത്ര പവിത്രമായതാണെങ്കിലും ആ പ്രണയം വേണ്ടെന്ന് വെക്കണം. ആ ഓർമ്മകളെ മണ്ണിട്ട് മൂടിയേ പറ്റൂ. ഇപ്പൊ ദേവൻ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് വിനയ. പക്ഷെ വേറെ വഴിയില്ല. സ്വന്തം ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ അവൻ എന്നെ കടന്നിരിക്കുന്നു. കൊട്ടാരം വീട്ടിലെ രാജകുമാരൻ ഇനി പ്രജകളാണ് പ്രധാനം. ഈ സത്യം പുറത്തറിഞ്ഞാൽ ഈ കുടുംബം തകർന്നു പോവും വിനയ. അവന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വിളിക്കവനെ. പൂജയൊക്കെ ഭംഗിക്ക് കഴിഞ്ഞു അല്ലേ? നന്നായി നടന്നു. എന്നെ കഴിക്കല്ലേ? അപ്പോഴേ കഴിക്കാൻ പാടില്ല. ഇത് 3 ദിവസത്തെ വ്രത. 3 ദിവസം നീരാഹാരം മാത്രമേ ഉള്ളൂ. ഇതെന്താ കഥ? എല്ലാരും കൂടി എന്റെ മരുമോളെ പേടിപ്പിക്കുകയെന്ന് തോന്നുന്നല്ലോ. ഉപവാസിരിക്കുന്നോണ്ട് ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല മോളെ. പാലും പഴവും ഒക്കെ കഴിക്കാം. ഭഗവാനെ രക്ഷപ്പെട്ടു. എന്നാ ഞാൻ ഒരു പഴമെങ്കിലും എടുത്ത് കഴിച്ചോട്ടെ? ശരി മോളെ, എടാ ദേവാ, ഇനി വന്നേ. കഴിച്ചു. കാലത്ത് തൊട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ പഴം കഴിച്ചോ. ഞാനങ്ങനെ തിന്നാൻ പാടില്ല. എന്തു കഠിന ഉപവാസാ. കഠിനോപവാസമാണത്രേ. ഇതെന്താ പുതിയൊരു ട്വിസ്റ്റ്? ഇയാളുടെ ഉപവാസം എന്റെ വയറ്റത്തടിക്കുമെന്നാണല്ലോ തോന്നുന്നത്. നിന്നെക്കൊണ്ട് ഉപവാസം പോലും പറ്റില്ല. പിന്നെ എന്തിനാടെ ഈ കഠിന ഉപവാസം? പാലും പഴവും കഴിച്ചിട്ട് സാധാരണ ഉപവാസം കൊണ്ട് മതിയാക്ക. പറ്റില്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇനി അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഞാൻ കഠിനോപവാസം എടുക്കുന്നോണ്ട് ദേവേട്ടനും അതിനെ പിടിച്ചെന്ന് തോന്നുന്നല്ലോ. ഈ സ്നേഹം കണ്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടണോ, അതോ ഈ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വേദനിക്കണോ? എന്ന് വെച്ചാൽ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും തൊടാൻ പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. 1 മണിക്കൂറൂടെ കഴിഞ്ഞു ഇത് തന്നെ പറയണേ. അപ്പ സമ്മതിക്കാം. 3 ദിവസം കഴിയുന്നവരെ വാക്ക് മാറില്ല. നോ ചേഞ്ച് ഇൻ ദിസ്. ദേവേട്ടൻ കഠിന ഉപവാസം ഇരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ കഴിക്കുക?
ഞാനും കഠിനോപവാസം ഇരുന്നോളാം. അത് നല്ല കാര്യം മോളെ. അവൻ ഈ ഉപവാസമൊന്നും ശീലമില്ലാത്തതാ. 3 ദിവസം കഴിക്കാതിരിക്കാനൊന്നും അവന് പറ്റില്ല. അവൻ നിനക്ക് വേണ്ടിയാണല്ലോ ഈ വ്രതം എടുക്കുന്നത്. അപ്പൊ അവന് കൂട്ടായിട്ട് നീയും വേണം. ശ്രേയേ, ശ്രേയേ, കഴിച്ചോ? ഭാഗ്യം. ചേച്ചിക്കെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലായല്ലോ. ദേവേട്ടൻ കഠിന ഉപവാസം എടുക്കാൻ പോവാത്ര. ദേവേട്ടൻ ഉപവാസം എടുക്കുന്നോണ്ട് ഞാനും കഴിക്കാൻ പാടില്ലെന്ന് എല്ലാരും പറയുന്നത്. എനിക്ക് ഉപവാസം ഒന്നും പറ്റില്ല, ഞാൻ കഴിക്കാൻ പോവാ. അതൊക്കെ കഴിച്ചോ. പക്ഷെ അതിനേക്കാളും മുമ്പ് ദേവേട്ടനെ കൊണ്ടും കഴിപ്പിക്കണം. ഞാനോ? നിനക്ക് പറ്റും. അമ്മ എന്താ നിന്നോട് പറഞ്ഞത്? ദേവേട്ടന് ഇതൊന്നും ശീലമില്ലെന്നല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. നീ നിർബന്ധിച്ചാ മതി, കഴിച്ചോളൂ. ആ, അമ്മയുടെ അടുത്ത് സമ്മതം മൂളി വന്നെങ്കിലും ഞാൻ പറഞ്ഞ ദേവേട്ടൻ കേൾക്കൊന്നുമില്ല. ആര് പറഞ്ഞാലും ദേവേട്ടൻ കേൾക്കില്ല. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ദേവേട്ടൻ കഴിക്കുകയാണെങ്കിൽ നിനക്കും കഴിക്കാൻ പറ്റും ശ്രേയേ. ദേവേട്ടനെ സമ്മതിപ്പിക്കുന്നതിനേക്കാൾ ഞാനും ഉപവാസം ഇരിക്കുന്നതാ നല്ലത്. പിന്നെ എനിക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട്. വേണമെങ്കിൽ ചേച്ചി തന്നെ കൊണ്ടുപോയി കൊടുത്തോ. ദാ പിടിക്ക്. ചേച്ചി പറഞ്ഞ ദേവേട്ടൻ കേൾക്കും. ചെല്ലേച്ചി. ഒരു ആപ്പിൾ എടുക്ക് ദേവേട്ടാ. നീ കഴിക്കുമെങ്കിൽ പറ. ഞാൻ എങ്ങനെ കഴിക്കാനാ? കഠിന ഉപവാസാന്ന് പറഞ്ഞില്ലേ? ഞാനും കഠിന ഉപവാസം എടുത്തിരിക്കുക. പിന്നെ ഞാനെങ്ങനെയാ കഴിക്കുന്നേ? നോക്ക് ദേവേട്ടാ, ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് കരുതി ദേവേട്ടന് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ല, എനിക്ക് വേണ്ടി നീ ഈ വ്രതം ഇരിക്കുമ്പോ നിനക്ക് വേണ്ടി ഞാൻ വ്രതം എടുക്കാതിരിക്കുന്ന എങ്ങനെയാ? അയ്യോ, ഓ, അപ്പൊ എനിക്ക് വേണ്ടി അല്ലായിരുന്നോ? എന്നാ പിന്നെ ഞാൻ കഴിച്ചാൽ നിനക്കെന്ത്, ഞാൻ കഴിച്ചില്ലെങ്കിൽ നിനക്കെന്ത്? ദേവേട്ടന് ഉപവാസം വ്രതമൊന്നും ശീലമില്ല. തളർന്ന് താഴെയെങ്ങാനും വീണാലോ? അമ്മ ആകെ വിഷമിച്ചിരിക്ക. അതൊക്കെ ശരിയാ, ചിലപ്പോ തളർന്ന് വീണെന്നിരിക്കും എന്ന് കരുതി നിനക്കതിലെന്താ? എന്നെക്കുറിച്ച് ഓർത്ത് എന്തിനാ നീ വിഷമിക്കുന്നേ? അതെന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടി ദേവേട്ടൻ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന കാണുമ്പോ അത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ദയവേത് ദേവേട്ടൻ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിന്റെ കണ്ണുകളിൽ പൊടിയുന്ന കണ്ണുനീര് എന്നോട് പറയുന്നുണ്ട്. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം. പക്ഷെ നീ സമ്മതിക്കില്ല. ദേവേട്ടൻ ഇതിപ്പോ കഴിക്കുന്നുണ്ടോ എന്ന് പറ. നീ ആദ്യം അത് സമ്മതിച്ചതാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈദേഹി, ഈ പൂജ അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിന്റെ വായ കൊണ്ട് നീ തന്നെ പറയുമെന്ന്. അതിപ്പോ തന്നെ അങ്ങ് പറയായിരുന്നെങ്കിൽ എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. പഴം മാത്രമല്ല വൈദേഹി, വയറ് നിറച്ച് ചോറും കറിയൊക്കെ കഴിക്കാം. പക്ഷെ അത് നീയാണ് തീരുമാനിക്കേണ്ടത്.
ഇവൾ എന്നും ഇതുപോലെ ഈ തട്ടോ ഇട്ടോണ്ട് വാ തുറക്കാതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞു. കല്യാണ മണ്ഡപത്തിൽ ഇരിക്കാൻ പറയല്ലേ അമ്മേ. ഇവൾ ഇരുന്നോളും. തട്ടോ ഇട്ടോണ്ട് കല്യാണ മണ്ഡപത്തിൽ ഇരുന്നതുപോലെ ഇന്ന് മുഖവും മറച്ചോണ്ട് യാഗത്തിനും ഇരിക്കണം. ഇങ്ങനെ കുറേശ്ശായിട്ട് കൊല്ലുന്നതിനേക്കാൾ ഒറ്റയടിക്ക് ഒരു ഒറ്റ കുത്തിനെ നിങ്ങൾ കൊന്നുകളാ. ഇങ്ങനെ പെടഞ്ഞു വേദനിക്കണ്ടല്ലോ. അവരെ വേർപിരിക്കുന്നത് ആ ദൈവത്തിനെ കൊണ്ടുപോലും പറ്റില്ല. അതാ ഹോമ കൊണ്ടു അണഞ്ഞത്. അയ്യോ, ആ ചേച്ചി വീണല്ലോ. താൻ എന്താടോ ഈ കാണിച്ചേ? അർജന്റായിട്ട് പൊക്കൊണ്ടിരിക്കുവായിരുന്നു, സോറി. എന്നാ നിങ്ങൾ പൊക്കോളൂ, ഞാൻ നോക്കോളാം. സോറി ആൻറ്റി, ഒരു അത്യാവശ്യ കാര്യത്തിന് പൊക്കൊണ്ടിരിക്കുവായിരുന്നു, അതാ ഞാൻ ശ്രദ്ധിക്കാഞ്ഞ്. സ്പീഡിൽ പൊക്കൊണ്ടിരുന്ന വഴി ഒന്നും വിചാരിക്കല ആൻറ്റി. അതൊന്നും സാരമില്ല മോനെ. ആൻറ്റി ആൻറ്റി എനിക്കറിയാലോ, എന്നെ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലല്ലോ. മോൻ തന്നെ പറയൂ. രാമേന്ദ്രന്റെ മോന ആനന്ദ്. ആ, ചെറുപ്പത്തിൽ അങ്കിളും ആന്റിയും കൂടെ എന്നെ സ്കൂളിൽ കൊണ്ട് വിടാറുണ്ടായിരുന്നത്. ഇപ്പൊ ഓർമ്മയുണ്ടോ? ആ. രാമേന്ദ്രൻ ഏട്ടൻ എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു ആന്റി. ആന്റിയുടെ കാലിൽ മുറിവുണ്ടല്ലോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം ആന്റി. അത് ആന്റി വരൂ. അയ്യോ ആന്റി, സൂക്ഷിച്ച്. ആന്റിയുടെ ഇരിക്കും.